integral root എന്ന് പറഞ്ഞാൽ roots which are integers. അപ്പോ ഉണ്ടാക്കണോ f of x equal to a naught x raised to n plus a1 x raised to n minus 1 plus etc plus an equal to 0 നമ്മുടെ equation where ai belongs to z. നോക്ക് ലെറ്റ് ഞാൻ എന്തെടുക്കാണ് c എന്ന് പറഞ്ഞത് x equal to c എന്ന് പറഞ്ഞത് എന്താണ് ഇതിന്റെ ഒരു ഇന്റഗ്രൽ റൂട്ട് ആണ് എടുക്കാൻ ഞാൻ ഇന്റഗ്രൽ റൂട്ട് ഓഫ് ദ algebraic equation. അപ്പോൾ c നെയാണ് ഈ x ന്റെ സ്ഥാനത്ത് കൊടുത്താൽ ഇത് എന്ത് വരും 0 എന്ന് വരും ഇതല്ലേ സിംപ്ലൈസ് c ഇതിന്റെ റൂട്ട് അല്ലേ അപ്പോൾ ഇത് കൊടുക്കാലോ അപ്പോൾ a0 c raised to n plus a1 c raised to n minus 1 plus etc plus an equal to 0. ഇത് c നെ കോമൺ എടുക്കുക അപ്പോൾ a0 c raised to n minus 1 plus a1 c raised to n minus 2 plus etc plus an minus 1 plus an equal to 0 ഇതാ അല്ലേ ഇവിടുന്ന് ഈ an നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യുക c into a0 c raised to n minus 1 plus a1 c raised to n minus 2 plus etc plus an minus 1 equal to minus an. ഇവിടെ നിങ്ങൾക്ക് എന്ത് പറയാം c divides a എന്ന് പറയാം an ആരാ ഇക്വേഷനിൽ ആരാ കോൺസ്റ്റന്റ് ടേം അല്ലേ അതായത് നമ്മൾ ആ ഇന്റഗ്രൽ റൂട്ട് ഈ കോൺസ്റ്റന്റ് ടേമിനെ ഡിവൈഡ് ചെയ്യും c ഒരു ഇന്റഗ്രൽ റൂട്ട് ഇപ്പോൾ കാണിച്ചത് എന്താണ് c എന്ന് പറഞ്ഞ ഒരു ഇന്റഗ്രൽ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഇന്റഗ്രൽ റൂട്ട് എന്ത് ചെയ്യും ഇന്റഗ്രൽ റൂട്ട് മീൻസ് ഇൻറ്റീജർ റൂട്ട് 2 3 1 മൈനസ് കോംപ്ലക്സ് അല്ല ഓക്കെ അപ്പോൾ ഇതെന്താണ് ആ കോൺസ്റ്റന്റ് ടേമിനെ ഡിവൈഡ് ചെയ്യും നമുക്ക് ആവശ്യമുണ്ട് ഈ റിസൾട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സ്റ്റെപ്പ് പറയുന്നത് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഇന്റഗ്രൽ റൂട്ട് എങ്ങനെ കാണുന്നു ഇത് ക്ലിയർ ആണല്ലോ കോൺസ്റ്റന്റ് ടേം ഈ ഇന്റഗ്രൽ റൂട്ട് എന്ത് ചെയ്യും നമ്മളെ കോൺസ്റ്റന്റ് ടേമിനെ ഡിവൈഡ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ method of finding integral root. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും സ്റ്റെപ്പ് 1 a എന്നുള്ള കോൺസ്റ്റന്റ് ഉണ്ടാവില്ല നമുക്ക് എന്തായാലും ഒരു ഇക്വേഷൻ തരും അപ്പോൾ ആ ഇക്വേഷനിലുള്ള ലാസ്റ്റ് വരെ കോൺസ്റ്റന്റ് ടേം ഉണ്ടാവുമല്ലോ ആ കോൺസ്റ്റന്റ് ടേമിനെ ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസേഴ്സിന് എടുക്കുക അതിന്റെ എല്ലാ കളക്ഷനും എടുക്കുക അപ്പോൾ a നെ ഞാൻ എന്തെടുത്തു 6 ആണെന്നുണ്ടെങ്കിൽ 6 അടക്കം ഡിവൈഡ് ചെയ്യും -1 1 ഡിവൈഡ് ചെയ്യും അല്ലേ പിന്നെ 2 -2 ഡിവൈഡ് ചെയ്യും 3 -3 ഡിവൈഡ് ചെയ്യും അല്ലേ ഓക്കെ അപ്പോൾ ഇതിന് ആ a എന്നുള്ള നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡിവൈസേഴ്സും ആദ്യം എടുക്കുക സ്റ്റെപ്പ് 1 exhibit all positive and negative divisors of a നോക്ക് -1 +1 എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ അല്ലേ 1 -1 ഏത് നമ്പർ എടുത്താൽ ഡിവൈഡ് ചെയ്യില്ലേ ഏത് നമ്പർ ഡിവൈഡ് ചെയ്യില്ലേ ഇതെല്ലായിടത്തും ഉണ്ടാവും പിന്നെ സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യണം പോസിറ്റീവ് റൂട്ടിന്റെ അപ്പർ ലിമിറ്റും നെഗറ്റീവ് റൂട്ടിന്റെ ലോവർ ലിമിറ്റും കാണണം determine upper limit of upper limit of positive roots and lower limit of the negative roots of the given equation. സ്റ്റെപ്പ് ഒക്കെ ചോദിക്കുമല്ലോ ഇല്ല പക്ഷെ സ്റ്റെപ്പ് അറിയാൻ നമ്മൾ എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ആ മറ്റേ എന്താണ് ക്വസ്റ്റ്യൻ
ചെയ്യാം. പക്ഷെ ആദ്യം ഒരു സ്റ്റെപ്പ് പറയാതെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ മിസ് ചെയ്യും, എന്ത് ചെയ്യാൻ പോകണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അല്ലേ? ഒരു ഓർഡർ കിട്ടാനാല് ഇപ്പൊ നമ്മൾ എന്താണ് ലിമിറ്റ് കാണാനൊരു ഒരു ഓർഡർ ഇല്ലേ, ആദ്യം എന്ത് ചെയ്യും, ആ F1 അത് റിയൽ ആണോ നോക്കും, കോഷ്യന്റ് റിയൽ ആണോ നോക്കും, ഏനോട്ട് ലീഡിങ് കോഷ്യന്റ് പോസിറ്റീവ് ആണോ നോക്കും, പിന്നെ എന്താണ് F1 അവരെന്താണ് പോസിറ്റീവ് ആണ് സി ചൂസ് ചെയ്യും, ആ സി വെച്ചിട്ട് സിന്തറ്റിക് ഇക്വേഷൻ ചെയ്യും, എല്ലാവരും പോസിറ്റീവ് ആക്കും, എന്താണ് അതിലാരെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ സി ചൂസ് ചെയ്യും അല്ലേ? ആ സ്റ്റെപ്പ് മൈൻഡിലുണ്ടാവും. അപ്പം അതുപോലെ സ്റ്റെപ്പ് വേണം നമുക്ക് ഇത് കാണാൻ, ഇന്റഗ്രൽ റൂട്ട് കാണാൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എയിൽ നിന്നുള്ള ഈ കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ആ കോൺസ്റ്റന്റിനെ ഡിവൈഡ് ചെയ്യുന്ന പോസിബിൾ ആയിട്ടുള്ള ഡിവൈസേഴ്സ് എടുക്കും മൊത്തം. എന്നിട്ട് നമ്മൾ അപ്പർ ലിമിറ്റും എന്താണ് ഇതിന്റെ ലോവർ ലിമിറ്റും കാണുന്ന ഇക്വേഷന്റെ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ അപ്പർ ലിമിറ്റും കിട്ടും ലോവർ ലിമിറ്റും കിട്ടും. അപ്പോൾ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉള്ളിൽ വരുന്ന ഡിവൈസേഴ്സിനെ സെലക്ട് ചെയ്യും. നമ്മൾ കുറച്ച് ഡിവൈസേഴ്സിനെ ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസേഴ്സിനെയും കളക്ഷൻ കൊണ്ട് എടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ലിമിറ്റ് കണ്ടു, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിവൈസേഴ്സിനെ എടുക്കാം. select only those devices ഇല്ലെങ്കിലോ മണ്ണ് മൈനസ് കൊണ്ട് എന്തെങ്കിലും ഡിവൈസസ് ആയിരിക്കില്ലേ? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇല്ലെങ്കിലോ? അങ്ങനെയല്ല, എന്തായാലും ഉണ്ടാവില്ലേ, എന്തായാലും നമ്പർ നമുക്ക് കിട്ടൂലേ, എന്തായാലും ആ ഇക്വേഷൻ തന്നിട്ടുണ്ടാവില്ല. ആ ഇക്വേഷന് ആ റൂട്ട് ഇന്നതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ രണ്ട് റൂട്ട് ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ റിയൽ ആവാം കോംപ്ലക്സ് ആവാം. റിയൽ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ രണ്ട് റൂട്ടും ഏതെങ്കിലും രണ്ട് നമ്പറിന്റെ ഇടയിലാവണ്ടേ. റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്പറിന്റെ ഇടയിലാണ്, എന്തായാലും ലിമിറ്റ് ആണ് ഉണ്ടാവില്ല. ആണോ? അല്ലെങ്കിൽ റൂട്ടില്ലാത്ത ഇക്വേഷൻ ആവണം. റൂട്ടില്ലാത്ത ഇക്വേഷൻ ഉണ്ടാവും, അറിയില്ല. കോംപ്ലക്സിനാണ് നമ്മൾ മോഡുലേറ്റ് പറഞ്ഞത്, അതിന്റെ മോഡുലേസ് എടുത്തിട്ട്. അപ്പോൾ ഇത്രയും അവിടെ സെലക്ട് ചെയ്യാം. between these limits ബാക്കിയുള്ളവരെ നമ്മൾ ഒഴിവാക്കുക. ബാക്കിയുള്ള ആൾക്കാരുണ്ടാവില്ലേ ആ ഡിവൈസസിൽ, ബാക്കിയുള്ളവരെ നമ്മൾ ഒഴിവാക്കുക. അതാണ് ആൻഡ് ഡിസ്കാർഡ് അതേഴ്സ്. സ്റ്റെപ്പ് 4 എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ആ ഡിവൈസസ് ഇല്ലേ, ഈ ലിമിറ്റിൻ്റെ ഉള്ളിലെ ഡിവൈസസിനെ അപ്പോൾ D1 D2 എക്സെട്ര ഈ രൂപത്തിലാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്ക്. സപ്പോസ് അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇതിൽ ഡി ഏതെങ്കിലും ഒരാളെടുത്ത് ചെക്ക് ചെയ്യാം. ഇപ്പം ഡീൻ്റെ അടുത്ത് ഞാൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഡീൻ്റെ അടുത്ത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യന്റുകൾ എഴുതി. ഈ ഡി എന്താ, ഡി ഡിവൈസസ് ഈ ലിമിറ്റിൻ്റെ ഉള്ളിൽ പെട്ട ഡിവൈസസ് മൊത്തം ലിസ്റ്റ് ചെയ്തതാണ് ഞാൻ എന്താണ് ഡീൻ്റെ അടുത്തു ഈ കോഎഫിഷ്യന്റുകൾ എഴുതി. A1 A2 A3 എഴുതി. ഇത് വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്തു. സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് റിമൈൻഡർ വരുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷനെ ഈ ഡി ഡിവൈഡ് ചെയ്യും. അതായത് ആ ഇക്വേഷൻ്റെ റൂട്ടാണ് ഡി എന്ന് കിട്ടും അല്ലേ? ഇവിടെ 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇവിടെ 0 കിട്ടണില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ കിട്ടുന്ന f(t) എന്താണ് 0 അല്ലാതെ വെക്കുക. 0 അല്ലാതെ വേറെ എന്തോ ഒരു നമ്പറാണ് കിട്ടാൻ നിൽക്കുക, എന്തെങ്കിലും ഒരു നമ്പർ കിട്ടാൻ നിൽക്കുക. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, di minus d കാൽക്കുലേറ്റ് ചെയ്യും. di minus d കാൽക്കുലേറ്റ് ചെയ്യും. അത് f(t)നെ ഡിവൈഡ് ചെയ്യുന്നത് നോക്കും. ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം പിന്നെ ഡിവൈസേഴ്സിന്റെ ലിസ്റ്റിൽ നിന്ന് എടുക്കും. ഡിവൈഡ് ചെയ്യാത്ത ആൾക്കാരെ ഞാൻ അപ്പോൾ തന്നെ കട്ട് ചെയ്യും. ആ ഡിഎസിന് അപ്പോൾ തന്നെ കട്ട് ചെയ്യും. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് അത്ര ആ ഡിവൈഡ് ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ കട്ടായി പോകും. പിന്നെ അടുത്ത ഡീനെടുത്ത് ചെക്ക് ചെയ്യുക. അത് 0 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ റൂട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പോവാം. ഓക്കെ, പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി മെത്തേഡ് പറയാം കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ di minus d എടുക്കുന്നത് എന്തിനാണെന്നുള്ളത് ഈ നോട്ടിന്റെ ലാസ്റ്റ് ഒരു ക്ലിയർ ഓവറോൾ എന്തോ ആയിട്ട് പറയും. അതിന്റെ റിസൾട്ട് ക്വസ്റ്റ്യൻ എന്നാൽ ഈ സ്റ്റെപ്പ് ഇവിടെ വരെ ഓർമ്മ ഉണ്ടല്ലോ.
അല്ലേ പ്രശ്നം? മൊത്തം പ്രശ്നം ആദ്യം ഡിവൈസസ് എടുക്കും, കോൺസ്റ്റന്റ് ടേമിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസസും എടുക്കും. സെക്കൻഡ് സ്റ്റെപ്പ് അത്യാവശ്യം ചെയ്യാണ്ടാവും, കാരണം നമ്മൾ ലിമിറ്റ് കാണാൻ പഠിച്ചില്ലേ, അതേപോലെ ചെയ്യാം. ക്വസ്റ്റ്യൻ examine whether the equation x raised to 6 plus 3x raised to 5 minus 36x raised to 4 minus 35x cube plus 93x square plus 132x plus 140 equal to 0. അത്ര വെച്ചിട്ട് കാരണം ലിമിറ്റ് കാണാൻ തന്നെ 3 വെച്ച് പോകും അല്ലേ, 4 വെച്ചിട്ട് പോകും. പിന്നെ ചെയ്യാനുള്ളത് സിമ്പിളാണ്. സംഭവം ചെയ്യാൻ ഒന്നുമില്ല, പക്ഷെ ഞാൻ ഏത് കിട്ടിയാൽ കുറച്ചിട്ടുള്ളൂ. ആ 6 ഡിഗ്രിയാണ്, ചെറിയ ഡിഗ്രി ഒന്നല്ല. ഹാസ് എന്താ ക്വസ്റ്റ്യൻ? ഹാസ് integral roots or not, and solve the equation. എന്താ ചോദിച്ച ക്വസ്റ്റ്യൻ? എന്താ ചോദിച്ചേ? ഈ ഒരു ഇക്വേഷൻ 6 ഡിഗ്രി ഉള്ള ഈ ഒരു ഇക്വേഷന് ഇന്റഗ്രൽ റൂട്ട് ഉണ്ടോ, ഇന്റീജർ ആയിട്ടുള്ള റൂട്ട് വരുന്നുണ്ടോന്ന്. പിന്നെന്താ പറഞ്ഞത്? ഈ ഇക്വേഷൻ മൊത്തം സോൾവ് ചെയ്യണം, അതായത് 6 റൂട്ടും ലിസ്റ്റ് ചെയ്യണം. അപ്പൊ ആ 6 റൂട്ട് കിട്ടി കഴിഞ്ഞാൽ അതിൽ ആരൊക്കെയാണ് ഇന്റീജർ റൂട്ട് വെച്ചാൽ പറയാം അല്ലേ? അപ്പൊ ആദ്യ സ്റ്റെപ്പ് നോക്കുക. x raised to 6 plus ചെയ്യാണ്ടാവല്ലോ, x raised to 6 plus 3x raised to 5 minus 36x raised to 4. ഈ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഒറ്റ പ്രോബ്ലം കേട്ട് ശ്രദ്ധിച്ചാൽ 132x plus 140 equal to 0 ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതി. ഇവിടെ കോൺസ്റ്റന്റ് ടേം ആരാ? a n ആരാ? 140. അപ്പോ ഈ 140നെ ഇതിന്റെ ഡിവൈസസ് കാണണം അല്ലേ? അപ്പൊ ഈ 140നെ എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7 കിട്ടും. എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം? ഇങ്ങനെ അതല്ലേ ഇത് കാണിച്ച സ്റ്റെപ്പ് അല്ലേ, ഇങ്ങനെ എങ്ങനെ ചെയ്യാം അല്ലേ? അറിയാത്തവരുണ്ടോ? ഉറപ്പല്ലേ? അറിയണ്ടേ പറയണ്ടോ? അപ്പൊ എന്ത് കിട്ടും? അപ്പൊ നോക്കുക, 2 ഒരു ഫാക്ടർ ആണ് ആണല്ലോ കേട്ടോ. 2 ഒരു ഫാക്ടർ ആണ്. 2 സ്ക്വയർ കഴിയുമ്പോൾ 4 ഒരു ഫാക്ടർ ആണ്, 5 ഒരു ഫാക്ടർ ആണ്, 7 ഒരു ഫാക്ടർ ആണ്, -7 പ്ലസ് അപ്പൊ ഇതിന്റെ നെഗറ്റീവ്സ് ഒരു ഫാക്ടർ ആണ്, പിന്നെ 1 -1. അപ്പൊ ആരൊക്കെ ആദ്യം ലിസ്റ്റ് ചെയ്യാം. -1 1 ഉണ്ടാവും, 2 ഉണ്ടാവും, -2 ഉണ്ടാവും, 4 ഉണ്ടാവും, -4 ഉണ്ടാവും, 5 ഉണ്ടാവും, -5. ഇവിടെ 5 സ്ക്വയർ ഉണ്ടെങ്കിൽ 5 ഉണ്ടാവും, പിന്നെ 25 ഉണ്ടാവും. ഓക്കെ, അനുഭവത്തിൽ അപ്പോൾ 5 -5 7 -7. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 ആയി. അത്രയും ആൾക്കാരെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇതിന്റെ ഡിവൈസസിനെ കോൺസ്റ്റന്റ് ആയ 140ന്റെ ഡിവൈസസിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് കാണണം. ആണോ? ലിമിറ്റ് കാണാം. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് ലിമിറ്റ് കാണാം. ഫൈൻഡ് ലിമിറ്റ് ഫോർ ദ റൂട്ട്സ്. ഇപ്പോ ഈ ആൾക്കാരിലായിരിക്കും നമ്മുടെ ഇന്റീജർ റൂട്ട്സ് ഉണ്ടാവുക ആണോ? കാരണം എന്താ? അതിനാണ് ആദ്യം കാണിച്ചത്. സി ഒരു പറയേണ്ട ഒരു ഈ എനെ ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ റൂട്ട്. സി ഡിവൈഡ്സ് എന്ന് കാണിച്ചില്ലേ? ഓക്കെ,
100% നെറ്റ് കഴിഞ്ഞു. സന്തോഷമായില്ലേ? ഇത് പോയില്ലല്ലോ. നീ തരുതാ ഇതെന്താ രണ്ടാ നേരത്തെ ഇതിപ്പോ ഇവിടുത്തെ അല്ലേ? ഓക്കെ, ഇതിന്റെ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിയൽ കോഎഫിഷ്യന്റ് ആണ് അല്ലേ? ആണോ? ഫസ്റ്റ് പ്രോബ്ലം ആണ് ഞാൻ എന്തെങ്കിലും ലിമിറ്റ് കാണാനുള്ള കൂടി ഇത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ലീഡിങ് കോഎഫിഷ്യന്റ് a നോട്ട് ആണ് ഗ്രീറ്റർ ദാൻ 0 ആണോ? ആണല്ലേ? ഇനി f1 എടുക്കണം. f1 ഓഫ് x ഇവിടെ ആര് വരും? നമ്മുടെ ഇക്വേഷൻ ആരാ? ഇതാണ് അല്ലേ? ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ അല്ലേ? ഇതിനാണ് ഇക്വേഷൻ ഇവിടെ ഉള്ളൂ. അപ്പോൾ 1 പ്ലസ് അതായത് a നോട്ട് x പ്ലസ് a1 അവിടെ x പ്ലസ് 3 അപ്പോൾ c1 നെ ആരായിട്ട് എടുക്കേണ്ടി വരും? f1 ഓഫ് c ഗ്രീറ്റർ ദാൻ ഈക്വൽ ടു 0 ആവസ് c ആരായിട്ട് എടുക്കണം? ആരെടുക്കണോ? 1 എടുത്തൂടെ? പോസിറ്റീവ് ആവുണ്ടല്ലോ ഓൾറെഡി. ഏറ്റവും ചെറിയ ആളാണല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ പോവാണ്. അപ്ലൈ പ്രോസസ് ഓഫ് സിന്തറ്റിക് ഡിവിഷൻ. അപ്ലൈ ദ പ്രോസസ് ഓഫ് സിന്തറ്റിക് ഡിവിഷൻ. സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ പോവാണ്. 1 3 minus 36 minus 45 93 132 140. This is 45 and 35 ഉണ്ട്. 35 അല്ല അതിന് മാറ്റം വരില്ല. കാരണം എന്താ അറിയോ? ആ 45 താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരൊക്കെ നെഗറ്റീവ് ആവുന്നുണ്ട്. ശ്രദ്ധിച്ചോ? അതിന് വാല്യൂ മാറിട്ടില്ലേ? ഇതിലും അങ്ങനെയാണല്ലോ. അടുത്ത മാറ്റിയാ മതി. അടുത്തതിൽ 45 മാറ്റിയാ മതി. ശരിയാവും. മിസ്സേ അടുത്ത സെക്കൻഡ് ഹാഫിലാണ് 35 ആകുന്നത്. സെക്കൻഡ് ഹാഫിലാണ്. പക്ഷെ കാൽക്കുലേഷൻ മിസ് ചെയ്തത് 45. മിസ് തെറ്റിയതാണ് ഞാൻ വിചാരിച്ചു. ഞാൻ ബാക്കിയുള്ള മാറ്റിയത് 45 ആണ് കേട്ടോ. ക്വസ്റ്റ്യനിലോ പോലെ ഏതാ 45 ആണ്. ഇവിടെ 45 ആണ്. ചെയ്യാത്തോട് ദിവസത്തിന് ദുഃഖറിയില്ല. മാത്സ് ബുക്കാണ്. വെട്ടും തെറ്റൊക്കെ വേണം. ഒന്നല്ല ആ നോട്ടിലേ ഞാൻ 35 ആണ് സെക്കൻഡ് ഹാഫ് എടുത്തത്. അപ്പൊ ലാസ്റ്റത്തെ വാല്യൂ മാത്രമേ 45 അവിടെ ഞാൻ മാറ്റി 67 ആക്കി ഒക്കെ ചെയ്തു. വേറെ നോട്ടി വാല്യൂസ് ഒന്നും മാറില്ല. 45 ആണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണ്ടേ? യൂസ് ചെയ്യല്ലേ? ഇവിടെ നോക്ക്. x3 കോഎഫിഷ്യന്റ് -45 ആണ്. അപ്പൊ ഇനി പോയോ വീഡിയോ? ഇല്ല -45 -35 ആണത്.
-45 ആണ്, മാറ്റാൻ മതി. അപ്പൊ ഇവിടെ മാറ്റണം. ക്വസ്റ്റ്യൻ മാറ്റണം. 45 ചിലപ്പോൾ നിങ്ങൾക്ക് ബോധമില്ലാത്ത നല്ലതാ. കുറച്ചെല്ലാം കേൾക്കില്ല. നോക്കിക്കോ, എന്ത് ചെയ്യണം? 1 × 1 1 4 4 × 1 4 4 ഇത് ചെയ്യുമ്പോൾ -32 അല്ലേ? അപ്പോൾ നെഗറ്റീവ് വന്നു. അപ്പോൾ 1 ആവാൻ പറ്റില്ല അല്ലേ? 1 തരാൻ പറ്റും. ഇനി ഞാൻ 2 ചെയ്ത് നോക്കണേ. 1 3 -36 -45 93 132 140 2 നോക്കി. 1 5 ശ്രദ്ധിക്കണോ? 10 -26 ഇത് മെല്ലെ മെല്ലെ പോണല്ലേ? അപ്പൊ ഞാൻ 5 എടുത്ത് നോക്കി. ഒരാൾ പണി 3 എടുക്കുക, 4 ഒക്കെ എടുത്ത് നോക്കട്ടോ. എനിക്ക് തോന്നി ഇതിപ്പോ ആവില്ല, അവിടെ ഞാൻ 5 എടുത്ത് നോക്കിയത്. 5 എടുത്ത് നോക്കി. 1 3 -36 -45 93 132 140 അല്ലേ? കഴിഞ്ഞോ? ഇല്ലേ? നമുക്ക് ട്രൈ ചെയ്യണം. 1 8 ചെയ്യുമ്പോൾ 40. അപ്പോൾ ഇവിടെ പ്ലസ് അല്ല ഇതാരാ 5 അല്ലേ? ആ 4. ഇനി 4 × 20 എത്രയാണ്? 20. ഇവിടെ അടുത്താണ് -25. അപ്പോൾ എന്താണ്? 5 ആവാൻ പറ്റില്ല. 5 ഇങ്ങനെ ഓർഡർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ആൾ 6 എടുത്തു. 6 എടുക്കുമ്പോൾ 1 3 -36 -45 93 132 140 ഇതെടുത്ത് നോക്കുമ്പോൾ ആവട്ടോ. 954 ഇത് അടിയുമ്പോൾ 18 വരും. ഇത് 108 വരും. ഇത് അടിയുമ്പോൾ 63 വരും. 78 വരും. 471 2826 2958 17748 17888 എല്ലാവരും പോസിറ്റീവ് ആയില്ലേ? അപ്പൊ അപ്പർ ലിമിറ്റ് ആരെ കിട്ടി? 6 is the upper limit of all positive roots. Simple അല്ലടോ? Roots of equation 1. ഇനി ഇതുപോലെ ലോവർ ലിമിറ്റ് കാണാൻ പഠിപ്പിച്ചല്ലോ. എന്ത് ചെയ്യാം? x നെ -y ആക്കുക. എന്നിട്ട് ഇക്വേഷൻ 1 ഒന്ന് മാറ്റി ഇക്വേഷൻ 2 ഉണ്ടാക്കുക. എന്നിട്ട് അതിന്റെ പോസിറ്റീവ് റൂട്ട് കാണുക. അപ്പൊ ആ റൂട്ട് എനിക്ക് എത്ര കിട്ടും എന്നറിയോ? 3 നോക്കൂ, 5 എടുക്കും, 7 എടുക്കും, 45 ആക്കട. അവിടെ വാല്യൂ ഒക്കെ മാറ്റുന്നുണ്ട്. വാല്യൂ ഒക്കെ സെയിം ആണ്. അപ്പൊ നോക്കി ഞാൻ അതിലുണ്ട് വാല്യൂ കയ്യിലുണ്ട്. എനിക്കും കൂട്ടാൻ മടിയാണ്. ആ അല്ല -45 അല്ലേ? ഇവിടെ +45 ആയില്ലേ? +45 ആയില്ലേ? ആയില്ലേ? നേരത്തെ ആരെ ഇക്വേഷൻ? നേരത്തെ ഇതേ ഇക്വേഷൻ നമ്മൾ ഇത് ലോവർ ലിമിറ്റ് കാണാൻ. ഇതില് -36 മറ്റേത് -36 ആണ്. എങ്ങനെ? ശിഖ അത് 4ന്റെ പവറിലാണ്. മറ്റേത് ക്യൂബിന്റെ ആണ്. അപ്പൊ നെഗറ്റീവ് പുറത്ത് വരൂലേ? ആ നെഗറ്റീവ് പ്ലസ് ആയില്ലേ? ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യും? നമുക്കൊരു ഇക്വേഷൻ 2 കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലോവർ ലിമിറ്റ് കാണും. ലോവർ ലിമിറ്റ് 3 കിട്ടൂല, 5 കിട്ടൂല, 7 കിട്ടൂല, 8 എന്ന് കിട്ടും. 7 വെക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരും. 8 വെക്കുമ്പോൾ എന്ത് വരും? അപ്പൊ 8 ആണ് ഇതിന്റെ എന്ത് കിട്ടും? അപ്പർ ലിമിറ്റ് ഓഫ് ഇക്വേഷൻ 2 എന്ന് കിട്ടും. അപ്പൊ എന്ത് വരും? -8 ആണ് ലോവർ ലിമിറ്റ് ഓഫ് ഇക്വേഷൻ 2 അല്ലേ? അപ്പം ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടി. അപ്പൊ ഞാൻ അത് ഇവിടെ മായിക്കട്ടോ.
കാരണം ബാക്കിയുള്ളവിടെ ഇല്ലെന്നല്ല. അപ്പൊ ഞാന് അപ്പൊ 8 മൈനസ് 8 ഇടയിലാണ് ഫുള്ള് ഉണ്ടാവും. 8-ന്റെയും മൈനസ് 8-ന്റെയും 6-ന്റെ ഇടയിൽ നല്ല വരിക അല്ലേ? 6 അല്ല പറഞ്ഞിട്ട് ഇവിടെ -7 നെഗറ്റീവ് ആവുമോ? നെഗറ്റീവുകളുടെ ലോകത്തിലെ നെഗറ്റീവ് റൂട്ടുകളുടെ ഓക്കെ. അപ്പൊ എന്തിന്റെ ഇടയിൽ വന്നു? 6-ന്റെ -8-ന്റെ പിന്നെ എന്താണ് 6-ന്റെ ഇടയിൽ വന്നു അല്ലേ? അപ്പൊ -8-ന്റെ 6-ന്റെ ഇടയിൽ വരുന്ന ഡിവൈസസ് വരില്ല ആരൊക്കെയാ? -1 വരും അല്ലേ? 2 -2 വരും, 4 -4 വരും, 5 -5 വരും, -7 ഉണ്ടാവും, +7 ഉണ്ടാവും. മൈനസ് കൊടുക്കട്ടോ. 7 +7 അറിയാൻ പറ്റില്ല, അപ്പുറത്തൊക്കെ മൈനസ് എന്താണ് നോട്ട് പ്രിന്റ് എടുത്തിട്ട് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടാടി ഇവിടൊക്കെ തെറ്റ് ഇല്ല. പക്ഷെ അത് ചെയ്ത് ഒരാൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടും അല്ലേ? ആ മിസ്റ്റേക്ക് ഒക്കെ മനസ്സിലാവുന്ന മിസ്റ്റേക്ക് ആളാണ്, അല്ലാതെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ. ഇത്രയായപ്പോ എന്തായി? സ്റ്റെപ്പ് 3 ആയോ? ആദ്യം ഇതിന്റെ ഡിവൈസേഴ്സ് കണ്ടു, സ്റ്റെപ്പ് 1 ഇവിടെ ആയി, ലിമിറ്റ് നമ്മൾ കണ്ടു, സ്റ്റെപ്പ് 2 ആയി. ഇവിടെ സ്റ്റെപ്പ് ആ ലിമിറ്റിന്റെ ഉള്ളിൽ വരുന്ന ഡിവൈസസിനെ സെലക്ട് ചെയ്തു, സ്റ്റെപ്പ് 3 ആയി. ഇനി സ്റ്റെപ്പ് 4ക്ക് പോവാം. സ്റ്റെപ്പ് 4ക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഇതിൽ ആരെങ്കിലും ഒരാളെടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക ആദ്യം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന -1 ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വി ചെക്ക് ഫോർ ഫസ്റ്റ് വി. ഒരാൾക്ക് വേണമെങ്കിൽ കണ്ടെടുത്ത് ചെക്ക് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് വി, കാരണം 1 -1 എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ പറ്റും. അപ്പൊ ഫസ്റ്റ് വി ചെക്ക് ഫോർ. ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. -1 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും. ആരെ? -1 എല്ലായിടത്തും ഉണ്ടാവില്ലേ? അതല്ല, ഡിവൈസസ് ആയിട്ട് എല്ലായിടത്തും ഉണ്ടാവുന്ന റൂട്ടായിട്ട് ഉണ്ടാവില്ല. റൂട്ടല്ല, ഇതൊരു ഡിവൈസസ് ആണ്. എന്താണ് ഇഷ്ടമാവുന്ന പോലെ റൂട്ടല്ല പറഞ്ഞത്, ഇവര് ഡിവൈസസ് ആയിട്ട് ഉണ്ടാവുന്ന കേട്ടോ. ഹമീസെ നിങ്ങൾ മുന്നിക്ക് ഇരിക്കല്ലേ, നല്ല കാറ്റ് പെട്ടുങ്ങൾ നല്ല സുഖത്തിൽ ഉറങ്ങാൻ. നിങ്ങളടുത്ത് കാണിച്ചു തരാം ഉറങ്ങാണ് ഇപ്പോ. ഡിവൈസസ് ആയിട്ട് 1 -1 ഉണ്ടെന്നാ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും, അല്ലാതെ റൂട്ടല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവരിൽ ഇപ്പൊ 7 ഡിവൈസർ ആയിരുന്നു, പക്ഷെ 7 ആയില്ലല്ലോ. യൂണിറ്റിനുള്ളിൽ ഫസ്റ്റ് 7 കട്ട് ചെയ്യില്ല. ഇനി ആരൊക്കെ ഇതിന് കട്ട് ചെയ്യാൻ നമ്മൾ നോക്കുന്നത്? ഡിഗ്രി 6 ആണ്, 6 റൂട്ട് കിട്ടാം. അപ്പൊ കുറച്ച് ആൾക്കാർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ കോംപ്ലക്സ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ കട്ട് ചെയ്യാനുള്ളവർക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷോർട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുമല്ലോ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് കോംപ്ലക്സ് കിട്ടും. അപ്പൊ ഫസ്റ്റ് നമ്മള് -1 ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്ക് ചെയ്യട്ടെ, സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ പോവാണ്. -1 കോഎഫിഷ്യൻസ് ഇട്ട് ചെയ്താണ് 1 3 -36 -45. ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ 1 ആണ് കേട്ടോ അല്ലേ? ഇക്വേഷൻ 2 പിന്നെ വിട്ട് കോഎഫിഷ്യൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതാ നമ്മുടെ ഇക്വേഷൻ 1 ഈ റൂട്ട് ഇതിൻ്റെതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യൻസ് എഴുതുക 1 3 -36 -45 93 132 140. -1 into -1 add a bit 40. 2 into -1 -2 -38 കിട്ടി. -38 ഇതോ നെഗറ്റീവ് കിട്ടിയതോടെ കട്ട് ചെയ്യല്ലേ കേട്ടോ. നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത് എന്താണ്? ചെക്ക് ചെയ്യാൻ ഇതിന്റെ റൂട്ട് ആണോ ചെക്ക് ചെയ്യാൻ പോകണം. ഇവിടെ നിൽക്കട്ടെ. അപ്പൊ -38 വരും, -7 വരും, 7
എന്ത് പറയും? f of minus 1 ഉണ്ടാക്കണം. 1 നോട് 8 എടുത്തത് അത് 0 അല്ല. Therefore minus 1 is not a root. നമ്മൾ എന്ത് ചെയ്തു സ്റ്റെപ്പ് 4 ൽ പറഞ്ഞത്? ഇത് റൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിസിറ്റി ചെക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? di minus t f of t നെ ഡിവൈഡ് ചെയ്യുന്നോ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നോക്കുക, ഇവിടെ di minus t divides f of t വരുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്ക്, di minus t ആരവിടെ? നമ്മൾ ആരെ എടുത്ത് ചെക്ക് ചെയ്ത് തരാം? -1. അപ്പൊ minus 1 divides t ആരാ? -1 അല്ലേ? f of -1 simplifies di. ഓക്കേ, ഈ ഇതാരാ വരുന്നേ? di -1 divides f of -1 ആരാ? f of -1 ആരാ? 1 നോട് 8 അല്ലേ കിട്ടിയേ? ആണോ? 1 നോട് 8. ഇനി അത് ചെക്ക് ചെയ്യണം, ഓരോ ആൾക്കാരും ചെക്ക് ചെയ്യാം. 1 എടുത്തു, 1 മൈനസ് d അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ എടുക്കണം. അതായത് 1 നോക്കണം, 2 നോക്കണം, -2 നോക്കണം, 4 നോക്കണം, -4 നോക്കണം, 5 നോക്കണം, -5 നോക്കണം, -7 നോക്കണം. ഒരു ആരെയും കട്ട് ചെയ്യാണ്ടോ നോക്കുന്നത്. ബോക്സിന്റെ ശ്രദ്ധിക്കണ്ടേ? 2 ഡിവൈഡ് ചെയ്യോ 1 നോട് 8 നെ? ഓക്കേ, അപ്പൊ 2 ഇതിലുണ്ട്, ഈ കൂട്ടത്തിലുണ്ട്. -2 minus -1 equal to -1. -1 1 നോട് 8 ഡിവൈഡ് ചെയ്യുമല്ലോ, ചെയ്യും. അപ്പോൾ -1 ഇവിടെ ഉണ്ട്. സോറി, -1 അല്ല, നമ്മുടെ -2 ഇവിടെ ഉണ്ട്. ഓക്കേ, അപ്പോൾ നമ്മൾ 2 അല്ല എടോ, 1നെയാണ് ആദ്യം നോക്കിയത്. ഇവിടെ ഇയാളെ നോക്കുക, ഇയാളെ ഒഴിവാക്കണ്ടേ നോക്കുക. ഇവരെ ഇവിടെ ഉള്ള ആളെ -1 എടുത്ത് ചെക്ക് ചെയ്ത് -1 റൂട്ട് അല്ല കിട്ടി. -1 ഇവിടുന്ന് പോയി. അപ്പൊ ഇനി ഇതിലാരെങ്കിലും ഇനി ഒഴിവാക്കാണ്ടോ എന്ന് ഇവിടെ തന്നെ നോക്കാം. എങ്ങനെയാണ്? ഈ di minus t f of ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ചെക്ക് ചെയ്താൽ മതി. അപ്പൊ 1 minus -1 2 ആണ്. 2 1 നോട് 8 ഡിവൈഡ് ചെയ്തിട്ട് അപ്പൊ 2 നെ അല്ല എടുക്കേണ്ടത്, ഇയാളാണ്. ഇയാൾ ഉണ്ട് എന്നാണ് വരിക. -2 ഉണ്ട് എന്ന് വരും. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യും? 2 നെ നോക്കും. 3 divides 1 നോട് 8. പിന്നെ -4 -1 എന്ത് വരും? -3 വരും. -3 1 നോട് 8 ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ -4 ഈ കൂട്ടത്തിലുണ്ട്. ഇനി 4 നോക്കും. 4 -1 5 വരും. 5 1 നോട് 8 ഡിവൈഡ് ചെയ്യോ? ഇല്ല. അപ്പൊ നമ്മൾ 4 നെ ഈ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ 4 ഇവിടുന്ന് പോകും. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നോക്കുക. 5 - 1 = 4. -4 divides 1 നോട് 8. 5 -1. എന്താണ്? ഒരാള് ഫസ്റ്റത്തെ ആള് -5 ആണ്, രണ്ടാമത്തെ ആള് +5 അല്ലേ? ഇവിടെ -5 ആണ്, 6 വരും അല്ലേ? 6 divides 1 നോട് 8. -7 -6 1 നോട് 8 ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ ആകെ ഒഴിവാക്കിട്ട് വരിക 4 തന്നെയാണ്. 4 ഇവിടുന്ന് പോകും. ഈ ബാക്കിയുള്ളവരെ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ -1 എടുത്ത് ചെക്ക് ചെയ്തു, അയാൾ റൂട്ട് എല്ലാം കിട്ടി. 4 ഇവിടുന്ന് എലിമിനേറ്റ് ആയി പോയി. 4 eliminate 4. Therefore 4 is not a root. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ആളായിട്ടുള്ള 1 എടുത്ത് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക. 1 റൂട്ടാണോ നോക്കുക. സിന്തറ്റിക് ഡിവിഷൻ ചെയ്യണം. സിന്തറ്റിക് ഡിവിഷൻ ചെയ്യണം. 1 റൂട്ടാണോ ചെക്ക് ചെയ്യാം. 0 കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 അടുത്ത റൂട്ടാണ്. 0 കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ആരെയും കട്ട് ചെയ്യാനോ നോക്കുക. അതിന് കൂടെ ആരെയും പോകുന്നു നോക്കാം. അങ്ങനെ എവിടെ വരെ പോകും? പറഞ്ഞിട്ട് കുറെ ഉണ്ട് പറഞ്ഞതാണ്. We have to check for 1.
1 എഴുതി 4 1 ഞാൻ വാല്യൂ ചെയ്ത് കേട്ടോ -32 -32 -77 -77 16 148 148 288 നമ്മുടെ f of 1 കിട്ടും നോട്ട് ഈക്വൽ ടു 0 ആണ് അപ്പോൾ 1 എടുത്ത റൂട്ട് അല്ല ഓക്കേ 1 ഉം ഇവിടുത്തെ റൂട്ട് അല്ല ഇനി എന്ത് ചെയ്യണം എലിമിനേറ്റ് ചെയ്യണം നോക്കാം 1 ഈസ് നോട്ട് എ റൂട്ട് ഇനി നോക്കാം ബാക്കിയുള്ള di മൈനസ് t ചെയ്യണം di മൈനസ് t ഡിവൈഡ്സ് f of t ഇവിടെ f of t ആരാണോ di മൈനസ് t ഇവിടെ ആരെഴുതിയത് 1 അല്ലേ t 1 അല്ലേ ഡിവൈഡ്സ് f of 1 di മൈനസ് 1 ഡിവൈഡ്സ് f of 1 288 ഇവിടെ നമ്പർ മാറിട്ടോ നേരത്തെ 188 ഇനി ഇവിടെ ആകുമ്പോൾ 288 ആവും ഇത് ഡിവൈഡ് ചെയ്ത് നോക്കണം അപ്പോൾ നോക്കാം ബാക്കിയുള്ളവരെ എടുത്ത് നോക്കുക 2 നെ എടുത്ത് നോക്കാം -2 നെ എടുത്ത് നോക്കാം അപ്പോൾ -2 -1 -3 ആണ് -3 എത്ര 288 നെ ഡിവൈഡ് ചെയ്യുന്നു 2 -1 നോക്കുക 1 ആണ് 1 288 നെ ഡിവൈഡ് ചെയ്യുന്നു -4 -1 5 -5 അല്ലേ ഇവിടെ -5 ഉണ്ട് കേട്ടോ സെറ്റായി അല്ലേ അപ്പുറത്ത് വാല്യൂ ഉണ്ട് എടാ ചെറുതായിട്ടല്ലേ പ്രശ്നമുള്ളൂ ഞങ്ങൾ നേരെ കോപ്പി ചെയ്യണേ എന്നാ ഞാൻ ഒരു മാറ്റി വെച്ചു കേട്ടോ അയാൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും അല്ല ഞാൻ ഇവിടെ റെഡ് കൊണ്ടാ മാർക്ക് ചെയ്തത് മിസ്റ്റേക്ക് ഉള്ളത് ഞാൻ ചിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് തെറ്റ് തെറ്റ് -6 ഡിവൈഡ്സ് 5 -1 4 വരും 4 ഡിവൈഡ്സ് 288 -7 -1 -8 വരും -8 ഡിവൈഡ്സ് 288 കേട്ടോ ഇവിടെ ആരെ ഡിവൈഡ് ചെയ്യാത്തുള്ളൂ -4 ഇവിടുത്തെ കട്ടായിപ്പോ അടുത്ത ആരെ ചെക്ക് ചെയ്യാം 2 ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ഫോർ 2 നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ എല്ലാവരെയും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം പക്ഷേ ഈ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് നമുക്കിപ്പോ 6 എന്താണ് ഇവിടെ പവർ 6 വന്നു ഇപ്പൊ 1000 ഒക്കെ പവർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരില്ല അപ്പൊ അങ്ങനത്തെ വലിയ ഇക്വേഷൻ ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്യുക ഇങ്ങനെ ഓരോന്നിനും ചെയ്ത് നോക്കുക എന്നുള്ളത് പോസിബിൾ അല്ല അപ്പൊ ഇങ്ങനെ ഒരു എലിമിനേഷൻ പ്രോസസ് അതിന്റെ ഇടയിൽ ഉണ്ടാവുമ്പോൾ അത്രയും ആൾക്കാർ കട്ട് ചെയ്ത് പോകൂലേ ഓക്കെ ആണോ ചെക്ക് നിങ്ങൾ വൈകിയത് ഞാനോ വൈകിയത് ചെക്ക് ഫോർ ആ ചെക്ക് ഫോർ എന്നിട്ട് ഇതെന്തായിരിക്കും ഉറങ്ങി കണിക്കും ജോലി ചെക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ആരെ പോയി -4 എലിമിനേറ്റ് കിട്ടോ -4 എലിമിനേറ്റ് -4 എന്താണ് റൂട്ട് അല്ല ഓരോന്നും ചെയ്യുന്നതിന് കാരണം എന്താ പറയുക ഡെസ്സേക്ക് വരും അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്ക് 20 മാർക്കിനുണ്ടല്ലോ 15 മാർക്കാണ് ഇതൊക്കെ കിട്ടും അല്ലേ ഒരു ക്വസ്റ്റ്യന് 15 പോകും മാറ്റം അങ്ങനെയല്ലേ ടോട്ടൽ ഇതൊരു 120 മാർക്ക് ഞങ്ങൾ പഠിച്ചു നോക്കാം പാസ്സാവാൻ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് 150 ഇന്റേണൽ കൂട്ടാതെ 120 എഴുതേണ്ടി വന്നിരുന്നു ഞങ്ങൾ ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് ബാച്ച് മാർക്കാക്കിയിട്ട് വരെയല്ലേ 4th സെം അല്ല 5th സെം നിങ്ങൾ നേരെ 5 കൊല്ലം മുമ്പത്തെ ബാച്ചാണ് ഞങ്ങൾ
140 minus 56 minus 97 minus 70 no 0 കിട്ടി അപ്പൊ എന്തേലും f of 2 equal to 0 അല്ലേ അടുത്ത് ഒന്നിന് കിട്ടിയിട്ടുള്ളൂ പറഞ്ഞുതരാം അപ്പൊ ഈ 2 ഇതിൽ ഒരെട്ടാണോ രണ്ടെട്ടാണോ മൂന്നെട്ടാണോ നോക്കട്ടെ മൾട്ടിപ്പിൾ റൂട്ട് ആണോ നോക്കണം അപ്പൊ എന്ത് ചെയ്യണം അറിയോ ഇവിടെ തന്നെ ഒന്നുകൂടെ ചെയ്യാം സിന്തറ്റിക്കേഷൻ ഇതിലൊന്നും എവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മാറ്റി ഇവിടെ തന്നെ സിന്തറ്റിക്കേഷൻ ഒന്നുകൂടെ ചെയ്യാണ് കാരണം 2 ഒരു വട്ടാണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പൊ എന്താണ് ഒരു വട്ടം കൂടി 0 കിട്ടിയാൽ 2 ന്റെ റൂട്ട് ഡബിൾ ആണെന്ന് പറയും മൾട്ടിപ്ലിസിറ്റി 2 ആണെന്ന് പറയും ഒന്നുകൂടി ചെയ്ത് നോക്കാം 1 ഇവിടെ എന്താ കിട്ടി ഇതാര് കോഎഫിഷ്യന്റ് ആയിരുന്നു നമ്മളെ ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ആയിരുന്നു ഒരു റൂട്ട് കിട്ടി അല്ലേ ഒരു ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോ ഇത് റിമൈൻഡറും ഇത് ബാക്കി വന്ന് ആ ഇക്വേഷന് അല്ലേ അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡിപ്രസ്ഡ് ഇക്വേഷൻ എന്ന് പറയാം ഒന്ന് പറഞ്ഞില്ലേ ഡിഗ്രി പറഞ്ഞില്ലേ ഡിപ്രസ്ഡ് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയാം നോക്ക് നീ എന്താ നിങ്ങൾക്ക് ഇവിടെ ഒരിക്കൽ കൂടി 0 കിട്ടിയിരുന്നെങ്കിൽ ഇതെന്തായി മാറി ഇനി ഒന്നുകൂടെ കുറഞ്ഞിട്ട് ഡിപ്രസ്ഡ് ആയി ഓക്കെ അപ്പൊ നോക്കുക ഇതിനെ ഞാൻ f of 2 എന്ന് വിളിച്ചു കാരണം എന്താണ് ഇതിന്മേൽ കൊടുത്തിട്ടുള്ളതാണ് അല്ലേ ഇത് നമ്മൾ എന്തായി മാറി ഇതാണ് നമ്മൾ f1 ആയി മാറി അതായത് 1 ഡിഗ്രി കുറഞ്ഞിട്ടുള്ള ആളായി മാറി അപ്പൊ എന്താണ് ഇത് ഞാൻ f1 of 2 എന്ന് കൊടുക്കുകയാണ് അത് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ അപ്പോ 2 is a simple root 2 is a simple root ഒരു ഒറ്റ വട്ടേ വന്നിട്ടുള്ളൂ സിമ്പിൾ റൂട്ട് മൾട്ടിപ്ലിസിറ്റി 1 ആണ് ഇക്വേഷൻ 1 അപ്പൊ f of x നെ എങ്ങനെ എഴുതാം 2 ഒരു റൂട്ട് ആണെന്ന് പറഞ്ഞു അപ്പൊ അതിനെ ഫാക്ടറൈസ് ചെയ്ത് കൂടെ x - 2 into ആരാണ് ഇതാണ് നമ്മൾ f of x ന്റെ കോഎഫിഷ്യന്റ് ഒന്ന് കുറഞ്ഞപ്പോ ഇതായി മാറി അല്ലേ x raised to 0 ഇവിടെ കൂടി 0 വന്നിരുന്നെങ്കിൽ ഡബിൾ റൂട്ട് ആയേനെ അപ്പൊ നമ്മൾ ഒന്നുകൂടെ ചെയ്യണം ഈ മൂന്നാമത് റൂട്ട് ആവുമോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം ആ 0 കിട്ടാതിരിക്കുന്നവർ കാരണം അത് 6 വരെ ഉണ്ട് ഡിഗ്രി ചിലപ്പോ 1 തന്നെ 6 വട്ടം വരാലോ പോസിബിലിറ്റി ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്ത് നോക്കണം അപ്പൊ നോക്കുക ബാക്കി എന്തായി മാറും x raised to 5 plus 5x raised to 4 minus 26x cube minus 97x square minus 101x minus 70 equal to 0 നോക്ക് ഒരു ഡിഗ്രിയിൽ നിന്ന് കുറഞ്ഞു അല്ലേ ഇത് പ്രോഡക്റ്റ് ചെയ്ത് നമ്മൾ ഒറിജിനൽ ഫോമിക്സ് തന്നെ നമുക്ക് കിട്ടും അല്ലേ ഓക്കെ ഇനി നമ്മൾ സിന്തറ്റിക് യൂസ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് ഇയാളെ കേട്ടോ ഈ ഫോമിക്സിന് എടുക്കരുത് f1 എടുക്കണ്ടേ ഇയാളെ ഞാൻ f1 എന്ന് വിളിച്ചു കേട്ടോ ഇവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക f of 2 ആണ് ഇതൊന്ന് f1 ആയി മാറി ഇവിടെ
ഇക്വേഷൻ അവിടെ ഇനി ചെയ്യണ്ട. ആദ്യം തന്നെ നോട്ട് ഈക്വൽ ടു 0 കിട്ടുന്ന പോലെ മാത്രം ഇങ്ങനെ എലിമിനേറ്റ് ചെയ്താൽ മതി. ഇനി അടുത്ത് എന്ത് ചെയ്യും? ചെക്ക് ഫോർ മൈനസ് 2. അടുത്താണ് ചെക്ക് ചെയ്യുക. ചെക്ക് ഫോർ അപ്പൊ ആദ്യം 0 ആയിരിക്കും. 2 പ്രാവശ്യം 0 വന്നാൽ ആദ്യം 0 എന്നതാണ് ചെയ്യേണ്ടത്. 2 പ്രാവശ്യം 0 വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്ന ഇക്വേഷൻ അതായി മാറും. അപ്പൊ x - 2 × x - 2 x - 2 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ ഒരു 4 ഡിഗ്രി കയറി വരിക. 2 വന്നാൽ അത്രയും എണ്ണം ഇവിടുന്ന് കുറഞ്ഞു കിട്ടും. ഇവിടുന്ന് ഇപ്പോൾ ഓരോ വട്ടം ആയതുകൊണ്ടാണ് ഇവിടെ 1 ഡിഗ്രി കുറഞ്ഞു വന്നത്. ഇത് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തോഫിക്സിന് കിട്ടും അല്ലേ? നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നത് എന്താണ്? ഒരു ലീനിയർ ആയിട്ടുള്ള ഇതെല്ലാം വെച്ചിട്ടല്ലേ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മെത്തേഡ് ഓഫ് ഫസ്റ്റ് മെത്തേഡ് എന്ത് ചെയ്യും? ഒരാളെ ഇപ്പോൾ 6 ഡിഗ്രി ആണെങ്കിൽ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ അത് 5 ഡിഗ്രി ആയി മാറും. 5 ഡിഗ്രി ആണെങ്കിൽ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുമ്പോൾ 4 ഡിഗ്രി. അങ്ങനെ ഓരോന്നോരോന്ന് കുറക്കാനേ പറ്റുള്ളൂ സിന്തറ്റിക് ഡിവിഷനിലൂടെ അല്ലേ? അപ്പോൾ 2 റൂട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഡിപ്രസ്ഡ് ഇക്വേഷൻ അവിടെ ആരായി മാറി? ഇയാളായി മാറി, F1 ആയി മാറി. പിന്നെ ആ F5 മതി. ഇനി അതിനെയാണ് നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യേണ്ടത്. അപ്പൊ ചെക്ക് ഫോർ -2. -2 ചെക്ക് ചെയ്യണം. അപ്പൊ ആ കിട്ടിയ F1ന്റെ കോഎഫിഷ്യന്റ് പറഞ്ഞേ. 1 5 -26 -97 -101 -70 1 -2 3 -6 -32 64 -33 66 -35 70 again 0 ഇതിലെ 3 -2 റൂട്ട് ആണെന്ന് കിട്ടി. f of -2 0 ആണ്. ഇനി 2 റൂട്ട് ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കണം അല്ലേ? ഇവിടെ തന്നെ ചെയ്യാം. ഇവിടെ ഇയാളായി ഡിപ്രസ്ഡ് ആയി മാറി. ഇവിടെ ഇയാളായി കഴിഞ്ഞു. ഇനി അടുത്ത ഒന്നും ഡിപ്രസ് ആവും. 1 -2 1 -2 -34 68 35 -70 -105. ഇവിടെ എന്താ കൊടുക്കണ്ടേ? F2. അത് നോക്കി പറയാമോ? അല്ല ഇവിടെ F1 വരും അല്ലേ? നമ്മൾ എടുത്ത F1 ലാസ്റ്റ് വൺ ഉറങ്ങിയോ? റിയാസ് നോക്കുന്നുണ്ടോ? അപ്പൊ എന്ത് കിട്ടി? -2 റൂട്ട് അത് കിട്ടി. കിട്ടിയോ? സിമ്പിൾ റൂട്ട് അല്ലേ? -2 സിമ്പിൾ റൂട്ട് ആണ്. അപ്പൊ f of x നെ എങ്ങനെ എഴുതാം? f of x എങ്ങനെ എഴുതും? f of x എങ്ങനെ? നേരത്തെ നമുക്ക് x - 2 കിട്ടിയിരുന്നു. കിട്ടിയോ നേരത്തെ? ഇപ്പൊ നമുക്ക് x - -2 x + 2 കിട്ടി അല്ലേ? ബാക്കി വരിക ആരാ? ബാക്കി വരുന്ന ഡിഗ്രീന്റെ കോഎഫിഷ്യന്റ് ഇയാളല്ലേ? x⁴ plus 3x³ minus 32x² minus 33x minus 35 equal to 0. അപ്പോ 2 -2 ചെക്ക് ചെയ്തപ്പോ ഒരു രണ്ടാമത്തെ റൂട്ട് ആണ് കിട്ടി. 2 -2. ഇനി ആരാ ബാക്കിയുള്ളത്? 5 -5 -7 അല്ലേ? അപ്പൊ 5 ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 0 കിട്ടാത്തവർക്ക് അവിടെ എലിമിനേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സ്റ്റെപ്പ് 4 ക്ലിയർ ആണോ? ആ ലാസ്റ്റിലുള്ള ഗേൾസ് ക്ലിയർ ആണോ? എന്തേനി മാജിദ് അല്ല ക്ലിയർ ആണോ? ചെക്ക് 4 5 5 ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ആരെടുക്കണം? ആരെ കോഎഫിഷ്യന്റ് എടുക്കണ്ടേ? ഇനി ഇയാൾ എടുക്കണം കേട്ടോ. 6 ഡിഗ്രി കുറഞ്ഞ്
5 ഡിഗ്രി എന്ന് പറഞ്ഞ് 4 ഡിഗ്രി ആയി മാറി. പിന്നെ നമ്മൾ 4 ഡിഗ്രി എടുത്താൽ പോരെ? അതിനല്ലേ കുറച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കോഎഫിഷ്യന്റ് എടുക്കാം. 1 3 -32 -33 -35 1 5 8 40 8 40 7 35. ഇവിടെ ഏരിയ 0 കിട്ടി. കിട്ടിയോ? ധാരാ കുസിന്റെ ധാരാ F മാറി F1 ആയി, F1 മാറി F2 ആയി മാറി. F2 of 5. ഇനി ഒന്നുകൂടി ഈ 5 രണ്ടെണ്ണം ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി നോക്കുക, ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യണം. 1 5 13 65 73 365 372 ഇല്ല അല്ലേ? ഇതാരാണ്? F3 of 5 not equal to 0. ഇനി ആരെ ചെക്ക് ചെയ്യണം? -5 ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായി മാറി? 5 സിമ്പിൾ റൂട്ട് ആണ്. അപ്പൊ നമ്മുടെ f(x) ആരായി മാറി? f(x) equal to 0. ഇപ്പൊ നമ്മുടെ f(x) ആരായി മാറി? into x plus 2 into x minus 5 into ബാക്കി x cube plus 8x square plus 8x plus 7. ഇത് നമ്മുടെ f3. ഇനി നോക്കാം, -5 ചെക്ക് ചെയ്യണം. അപ്പൊ 5 ഇവിടെ റൂട്ട് ആയിട്ട് കിട്ടി. ഇനി -5 -7 ഉണ്ട് അല്ലേ? അപ്പൊ രണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ഫോർ -5. -5 പറഞ്ഞാ പോലെ -5 ചെക്ക് ചെയ്യും. അപ്പൊ റിമൈൻഡർ 42 വരിക. അപ്പൊ F3 of -5 എന്ത് ചെയ്യും? 0 അല്ല. അപ്പൊ -5 അവിടെ റൂട്ട് അല്ലാന്ന് വരും അല്ലേ? -5 റൂട്ട് അല്ല. പിന്നെ അവിടെ ഞാൻ എലിമിനേഷൻ ഇങ്ങനെ ചെയ്താൽ നല്ലത് 7 കൂടി ചെക്ക് ചെയ്യല്ലേ അല്ലേ? അപ്പൊ -7 ചെക്ക് ചെയ്യും. -7 ചെക്ക് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരും. -7 എന്താണ്? റൂട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് 4 ആൾക്കാരെ റൂട്ടായി കിട്ടും അല്ലേ? 2 - 2 5 -7 അല്ലേ? കറക്റ്റ് കഴിഞ്ഞില്ല. സീരിയസ് ആയി എന്ത് സംഭവിച്ചു നടന്നാണ് ഇത് നടന്നത്? നോക്കേ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്താലോ? എനിക്ക് എന്തിനാ അറിയാം? എനിക്കെന്താ നടന്നു രണ്ടാമത് പോകണം. ഇവിടെ കിട്ടുന്ന ആരാ? x² plus x plus 1. 6 ഡിഗ്രി ആണ്. 4 റൂട്ട് നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? പിന്നെ ഒരു ക്വാഡ്രാറ്റിക് ആയി മാറി. ക്വാഡ്രാറ്റിക് ആയി പിന്നെ സോൾവ് ചെയ്യാലോ. ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുമ്പോൾ x equal to -1 plus or minus √3i/2 എന്ന് കിട്ടും. അപ്പൊ ആ റൂട്ട് ആയില്ലേ? 2 കോംപ്ലക്സ് റൂട്ടും 4 ഇന്റീജർ റൂട്ടും, അതായത് 4 ഇന്റഗ്രൽ റൂട്ട്. അപ്പോൾ അവിടുത്തെ ഇന്റഗ്രൽ റൂട്ട്സ് ആർ 2 -2 5 -7. അപ്പോൾ ആദ്യം an-ന്റെ ഡിവൈസസ് ലിസ്റ്റ് ചെയ്തു, ലിമിറ്റ് കണ്ടു. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ലിമിറ്റിന്റെ ഉള്ളിൽ വരുന്ന ഡിവൈസസ് സെലക്ട് ചെയ്തു. ഇനി ഓരോ ഡിവൈസസിനെ എടുത്ത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾ റൂട്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുക. എന്നിട്ട് പിന്നെ അയാൾ മൾട്ടിപ്ലിസിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇൻ കേസ് അവിടെ 0 കിട്ടുന്നില്ല, ആ റിമൈൻഡർ 0 കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? di-d ഡിവൈസ് f(d) ആണോ എന്ന് ചെക്ക് ചെയ്യാം. അവിടെ ഡിവൈസ് f(d) അല്ലാത്തപോലെ ഡിവൈഡ് ചെയ്യാത്തപോലെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ d നെ കട്ട് ചെയ്യും.
അല്ലേ? അടിയേന് കട്ട് ചെയ്യും അല്ലേ? ആണോ? അവരെ അപ്പുറത്ത് കൂടി കട്ട് ചെയ്യരുതേ, ആ ആൾക്കാരെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് 1 - -1 equal to 2. 2 divides 1/8 എന്ന് പറയുമ്പോൾ ഇവിടെ പോയിട്ട് 2നെ കട്ട് ചെയ്യരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 2നെ കട്ട് ചെയ്യരുത്, ഇയാളെയാണ് കട്ട് ചെയ്യേണ്ടത് വരിക കേട്ടോ. അപ്പൊ കഴിഞ്ഞില്ല പോലെ. അപ്പൊ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഓരോരുത്തരും ഞാൻ ചെക്ക് ചെയ്ത് വരിക. ലാസ്റ്റ് രണ്ടാമത് ബാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കാര്യം ചെക്ക് ചെയ്തിട്ടോ. അപ്പൊ ലാസ്റ്റ് നോക്കുമ്പോൾ -5 എന്താ സ്ഥലം പിന്നെ സ്ഥലം ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഡിവൈസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അവിടെ പോകൂല. കാരണം 7 പൈസ അടുത്ത സ്റ്റെപ്പിൽ റൂട്ടായി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലേ? അപ്പൊ എന്തായി? ക്ഷീണിച്ചില്ലേ? ഇതിന് കുറെ ബാക്കിയില്ലെങ്കിൽ ഇല്ല എന്തൊക്കെ തീർക്കണം. ഞാൻ വെള്ളം കുടിച്ചത് പക്ഷെ നിങ്ങൾ അറിയുമോ? എന്താ ആളെ കൂടിയോ? എന്താ ഇഷ്യൂ? എന്താ അതെന്താ ഇത് അമീസ് ഉറങ്ങിച്ചോ? എന്താ